हेलो गाइस, वेलकम बैक टू अवर चैनल दीपूस रिएक्शन। हम आपके सामने लेकर आ गए एक और नया एपिक रिएक्शन वीडियो। और आज जो वीडियो हम आपके सामने लेकर आए हैं उसका नाम है आदू 2 स्टारिंग जय सूर्य सर, सैजू कुरूप सर। तो ये देखते हैं कि यहाँ पर आडू 2 में क्या दिखाया जाता है। वैसे अगर हम लोग आडू 3 की बात करें तो आडू 3 हमने ऑलरेडी देख रखी है। उसके कमेंट सेक्शन में हमें आडू 2 एंड आडू 1 के भी बहुत सारे कमेंट्स आ रहे हैं, तो हम लोग रिवर्स में स्टार्ट करते हैं। यस, तो चलिए देखते हैं और आदू 2 की कहानी को जानते हैं। सो लेट्स गेट स्टार्टेड विदाउट एनी डिले। आडू 2 इनका भी पूरा एनिमेशन है। यस। ओह ओह, ये मिरर ऐसे टूटा। हाँ, मंगलोर। സാബ് खाना तुम खा लो तुम खा लो। തമ്മാര് ഏത് നേരം തീറ്റാണ് इसका इंतजार कर रहे हैं। ഇനി അമ്മമാരെ കൊണ്ട് തരില്ലേ പറ്റിക്കോ ओ क्या साहब ഒന്നുമില്ല കഴിച്ചോളാൻ പറഞ്ഞതാ എന്ത് പറഞ്ഞാലും അവന്റെ ഒക്കെ ഒരു कितना ടിക്കറ്റ്. कोस रहे हैं वो सब Yes. तो दोनों को। ತಿಂಬಕ್ಕೆ ಏನಾದಿರಬೇಕು ഏതുല്ല ಹೋಗಿ ಹೋಗಿ हाँ, ये उनकी जीप के अंदर कुछ तो डाले। ठीक बस है। बस आओ आओ जल्दी जल्दी आवोड़ा हो गया, काम हो गया, लेकर आ गए। चुप रहो ഭായ് സാബ് സാധനം എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ओके, 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അവിടെ എത്തിയാൽ മതി. അപ്പോഴേക്കും ഞാൻ സംഭവം സെറ്റ് ആക്കട്ടെ. നമുക്കിത് ഡ്രാമാറ്റിക് ആക്കണം മൊത്തത്തിൽ. ഓക്കെ अरे हिंदी सॉन्ग। ಮೇರೆ ಸಪ್ಪನಂಗ ಆಣಿಕ ಆಯಕಿತ್ತು കാഞ്ഞ ബുദ്ധിയാണല്ലോ. ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി കുറെ പീസുകളായിട്ട്. ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. ओके പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പല പല ട്രെയിനുകളിൽ കയറിയേ പോകാവൂ. തമിഴ്നാട് ബോർഡർ ओके സ്റ്റേഷന്റെ പേര് ഗോമംഗലം. അവിടെ ഒരു മാത്രമേ കാണൂ. വേറൊരു കാട്ടുമാക്കാനും കയറാത്ത സ്റ്റേഷനാണ്. वो हमें कैसे पहचानेगा? वही। हाँ। നിങ്ങൾ പെട്ടിയുമായിട്ട് അവിടെ ഇറങ്ങിയാൽ മതി. അവര് നിങ്ങൾ അടുത്ത് വന്നോളും. अच्छा, पेटी के बिना उतरे तो वो नहीं आएगा। ഇല്ല, പെട്ടിയില്ലാതെ അവര് വരില്ല. सही बात है। എന്റെ പൊന്നു മണ്ടന്മാരെ, ഞാൻ പറഞ്ഞ സ്റ്റേഷനിൽ കൃത്യമായിട്ട് ഇറങ്ങിയാൽ മതി. ये कुछ गड़बड़ तो नहीं कर दे। എന്നെ लग रहा है കാശ് मुझे അവര് തന്നാൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാലോ. ഒരു കാരണവശാലും എന്നെ വിളിക്കാൻ ओ പാടില്ല. अरे സൈബർ യുഗാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പോലീസ് ട്രാക്ക് ചെയ്യാനുള്ള സാധ്യത. बराबर बराबर। എല്ലാം കഴിയുമ്പോൾ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ അവസാനമായിട്ട് സ്റ്റേഷന്റെ പേര് ഞാൻ ഒന്നുകൂടി പറയുന്നു, ഗോമംഗലം. എന്താ പേര്? ಮುಖೇಶ್ ಕುಮಾರ್ मुकेश कुमार। എടാ ബുദ്ധൂസേ, സ്റ്റേഷന്റെ പേര് ഗോമംഗലം. गोमंगलम। എന്ന് അധികം വൈകാതെ ये कुछ गड़बड़ करेंगे 100%। വേഗം വിട്ടോ, അവരിപ്പോ എത്തും. അയ്യോ, अयो ഷെട്ടിക്ക് ഒരു സംശയം തോന്നില്ല. ഒന്ന് भाई, किसके हाथ में काम सौंप दिए। हाँ ना। 2 ദിവസം മുമ്പുണ്ടായിരുന്ന ക്രൈസിസ് താൽക്കാലികമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളാരും വിശ്വസിച്ചില്ല. അത് നമുക്ക് അനുഗ്രഹമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളെല്ലാവരും എന്നെ സംശയിച്ചു. നൗ ലുക്ക്, നമ്മൾ കോടീശ്വരന്മാരാകാൻ പോകുന്നു. आओ। ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട, സീ ഫോർ യുവർ സെൽഫ്. बताओ भाई, हमें भी बताओ। ओ ओ, पीछे देखो। अरे क्या हुआ प्रभाकरन? बताओ बताओ अभी। Nobody move. अरे आगे पुलिस। Come on. Don't move. All of you hands up. पकड़े गए। इसमें था क्या लिखा? शेट्टी, you are booked. सुरेश ने सब बोला. Mr. Shetty, you have no other go. You traitors, where is it? हमें सब पता है. Come on, tell us, where is it?
उनकी तरफ इशारा कर रहे हैं, वो बॉक्स की बात कर रहे हैं क्या ये? यस बॉक्स में, लेकिन हाँ। था क्या वही तो कुछ नहीं। अरे ये तो सीरियस हो गए बहुत। भाई सिर पे पड़ी है। हाँ उन्होंने इसके छोटी लकड़ी से दिया, उसने तो हाँ। एकदम बड़ी लकड़ी से। സർ ഗുഡ് ഈവനിങ് സർ. ഇല്ല സർ, തലയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട് സർ. ഹ, എടോ അറിയാലോ, ഇതെങ്ങാനും പുറത്ത് ബ്ലാക്ക് മാർക്കറ്റിൽ ഇറങ്ങിയാൽ രാജ്യം ഒന്നടങ്കം പ്രതിസന്ധിയിലാവും. ഓൾ ഓഫ് പ്ലാൻസ് വിൽ ബി ഷാറ്റർ. കൂട്ടത്തിൽ ഒരുത്തൻ ചതിക്കൂന്ന് കരുതിയില്ല. അതെങ്ങോട്ടാ പോയതെന്ന് കിട്ടിയോ? അയാളുടെ ഫോൺ ക്രാക്ക് ചെയ്തു. हाँ സസ്പീഷ്യസ് ആയിട്ടുള്ള കോൾസും മെസ്സേജസും बोले थे ना कॉल भी मत സുരേഷ് करना। സാധനം ഡെലിവർ ചെയ്തതിന് ശേഷം പ്രഭാകരൻ ആരെയും വിളിച്ചിട്ടില്ല. നമ്മൾ അറസ്റ്റ് ചെയ്തവരോ? അറസ്റ്റിലായവർക്ക് അതെവിടെയാണെന്ന് അറിയില്ല സർ. ഇയാൾ കോൺഷ്യസ് ആയാൽ മാത്രമേ നമുക്കത് കണ്ടെത്താൻ പറ്റൂ. बराबर। See, the issue is a matter of credibility of our government. I know the serious. അതുകൊണ്ട് What എവിടെയെങ്കിലൊക്കെ serious പോയി ഒന്ന് matter? തെരയടോ ഇഡിയറ്റ്. I'll let you know. I'll keep you posted. Come on, tell me man, where is it? Respond. अरे कैसा रेस्पॉन्ड करेंगे वो? एग्जैक्टली उनकी हालत देख। वही तो क्रिटिकल कंडीशन में वो। നമസ്കാരം, ഞാനിങ്ങ് ദൂരെ ഹൈ റേഞ്ചിൽ നിന്ന് അറക്കലബു കണ്ടില്ലേ, എന്തോ ഏടാകൂടമായിട്ട് തീവണ്ടി മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതല്ലേലും അങ്ങനെയാണല്ലോ, തീവണ്ടിയല്ല. ഇനി ഉത്തര കൊറിയ അമേരിക്കയിലോട്ട് ആറ്റം ബോംബ് വിട്ടവരെ അതൊടുക്കം കറങ്ങിത്തിരിഞ്ഞ് ഷാജി പാമ്പന്റെ നെഞ്ചത്ത് വന്ന് വരട്ടേന്ന്. നീലക്കൊടുവേലിയും വയ്യാവേലിയും ഒക്കെ കഴിഞ്ഞ് പഴയ നടുവേദനയും പ്രശ്നങ്ങളുമായി പാപ്പൻ ഇവിടെ തന്നെ. സ്ത്രീ വിഷയത്തിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഒഴിച്ചാൽ പാപ്പൻ ഇപ്പോഴും പഴയ പാപ്പൻ തന്നെയാണ്. ഞങ്ങളും ഈ ചാണകവളം വൈകുന്നേരത്തിന് മുമ്പ് നാട്ടിലെത്തിക്കണം. എന്തൊരു മണ! ഞാനാദ്യമായിട്ട് ഈ ചാണകം വണ്ടി ഓടിക്കുന്നത്. പിന്നെ നീ മുമ്പ് ഓടിച്ചത് അമ്പാൻ്റെ വണ്ടിയല്ലേ? അറപ്പിച്ച് കയറാ, വണ്ടിയുടെ മുമ്പിൽ തന്നെ കുരിശാണല്ലോ. കുരിശാവോ? ആ കുരിശായി. ओ ओ नाकाबंदी। സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്താ. ഉലുവാലായാലും ഇനി എപ്പോ ഇവിടെ നിന്ന് ഊരിപ്പോൻ പറ്റും? ഇതെവിടെ? വേഗം ഇറങ്ങടാ. ഇത് എന്നതാടാ ഈ വണ്ടിയില്? അത് ഷായിപ്പാപ്പന്റെ തോട്ടത്തിലേക്കുള്ള ചാണകവള സാറേ. സാറിന് ചാണം വേണോ? ആരാടാ ഈ ഷാജി പാപ്പൻ? എസ്റ്റേറ്റ് മുതലാളിയാ? ഷാജി പാപ്പൻ. ഇങ്ങോട്ടാ. എല്ലാം ഉണ്ടല്ലോ അല്ലേ? മറയൂര് വഴിയല്ലടാ വന്നത്? അതെ. അപ്പൊ ചാണകത്തിനിടയിൽ ചന്ദനമുട്ടി വെച്ചിട്ടില്ലടാ നിങ്ങള്? ചന്ദ്രമുട്ടിയോ? സത്യം പറ, കള്ളക്കടത്ത് നടത്തില്ല നിങ്ങള്? സാറെന്താണ് ഒരുമാതിരി ചാനലുകാരെ പോലെ കേസ് വഴി ചന്ദനമാണോ ചാണകമാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. वो एकदम Easy. Sir, नीचे load बोल മുഴുവൻ देते हैं। ഇറക്കി. यस എന്നിട്ട് പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ തറ. സാറേ, വളം വാരിയിട്ട് പ്ലാറ്റ്ഫോം തപ്പണേ കൊള്ളാം, പക്ഷേ തിരിച്ചതുപോലെ കേറ്റിയിട്ട് തരണ്ടത്. ഇല്ലെങ്കിലോ? ओ തോട്ടത്തില് വാള് എത്തിയില്ലെങ്കിൽ പാപ്പനോട് സാറ് സമാധാനം ओ പറയേണ്ടി വരും. എന്നാ പോയി അറിയിക്കണം നിന്റെ മറ്റോടെ. അവനോട് തന്നെ നേരിട്ട് സമാധാനം പറഞ്ഞോളാം. ഇനി നീ പോളൂ, ഞാൻ പറ്റ് ചെയ്യാം. എന്നാന്ന്? ആ വിളിക്കണം. അമ്പേരം കൊണ്ടുവരുത്. അമ്പയർ നിനക്ക് ഞാൻ കാണിച്ചു अरे തരാം. अरे अरे ഇനി അത് വേണ്ടി വരില്ല സാറേ, അവരെത്തി. पापन परफेक्ट टाइमिंग है ना। यस स्टाइल देखो स्टाइल। हाँ ये सेजू सेजू कुरुप सर है। ये एंट्री जबरदस्त दिखाते हैं सबकी। अमेजिंग। स्वैग में चल रहे हैं पूरे। यस ഏ പാപ്പനല്ല. ഇത് സാറേ, ഈ ചാണക കേസിനൊക്കെ ഷാജി പാപ്പൻ വേണോ സാറേ? ഞാൻ പോരെ? അതിന് നീ ओ ആരാ? ओ ഒന്ന് बिहाफ അറിഞ്ഞിരിക്കുന്നു. में आए। यस ഞാൻ അബു, अबू അറക്കലബു. ഇവിടെ ചോദിച്ചാ മതി. ഇവിടെ ചോദിച്ചാലും അറക്കലബു. അതുകൊണ്ട് ഷാജി പാപ്പന്റെ പിള്ളേരെയും വണ്ടി അങ്ങ് വിട്ടേക്ക് സാറേ. ആ പോലീസുകാരെ ന്യായം പഠിപ്പിക്കുന്നോടാ. ओ അത് വേണ്ട സാറേ, പണി പാളും. കൈ പിടിക്കുന്നോടാ. पुलिस को धमकी। आ गए बाइक पे। यस बुलेट सेम स्वैग। यस वो ये देखे वो एंट्री कैसे दिखाई उनकी, वहां से Amazing। विंडशील्ड टूटी और पीछे हाँ। से उनका एंट्री। हाँ ओ ओ അയ്യോ अयो अयो
ഇതെന്റെ പിള്ളേരാ സാറേ. ഇത് കുറച്ച് ചാണകവളമില്ലയോ? അങ്ങ് വിട്ടേക്ക്. അത് തീരുമാനിക്കാൻ നീ ആരാടാ? ओ ओ पुलिस वाले भी टेंशन में आ गया. പാപ്പന്റെ ദേഹത്ത് തൊട്ടാ പിന്നെ അവന്റെ വിധി എഴുതുന്നത് ओ പാപ്പൻ. അവനെ കൊല്ലു പാപ്പ. ओ डायरेक्ट ജീവൻ വേണോ ഓടിക്കോ, അല്ലെങ്കിൽ പാപ്പ നിങ്ങളെടുത്ത് സത്യം भागो. अरे पुलिस भाग गई. സാറേ നീന്താ അറിയല്ലേ? നീ എന്നാടാ കരുതിയ പാപ്പൻ വെറും മൂന്നാകിട കള്ളക്കടത്തുകാരനാണോ? മല വെട്ടിപ്പിടിച്ച കാട്ടുജന്തുക്കളോട് യുദ്ധം ചെയ്ത് പൊന്നു വിളച്ച കാർന്നോമാരാടാ എന്റെ. അതെപ്പോ പാപ്പ ആണോ? എന്നാ കണ്ടിന്യൂ. അങ്ങനെയുള്ള എനിക്കും എന്റെ പിള്ളേർക്കും ഈ ചന്ദനം കിടത്തി ജീവിക്കേണ്ട കാര്യമില്ല. ആഞ്ഞു നീന്തിക്കോളാ. നിന്റെ ഒന്ന് ചീഞ്ഞ ചോര ചീകടിക്ക് പോലും വേണ്ട. ഞങ്ങളെ അങ്ങ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോഴോർത്ത് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഷാജിയേട്ടാ, നമുക്ക് കാശിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതെന്നാടാ അല്ലാത്തത്? അതെ, വടമുരി ഒന്നും നടക്കണല്ലോ. അല്ല ബൂക്ക് പറഞ്ഞപ്പോ അത് ശരിയാന്ന് ഞങ്ങൾക്കും തോന്നി. ലോറിയില് ചാണകത്തിന്റെ അടിയില് ഒരു ലേശം ചന്ദനകുട്ടി കുറച്ച് ഈ ചാണകത്തിന്റെ മണ്ണോടിക്കാതിരിക്കാൻ വേണ്ടി എടുത്തോ. കയറ് വല്ലതും വേണമായിരുന്നോ? നിനക്ക് എടുത്തോളാം. वही तो. ചന്ദനം കടത്താൻ ശ്രമിച്ചതിനും അത് തടയാൻ ശ്രമിച്ച ഡ്യൂട്ടി ഓഫീസർ SI പ്രദീപ് കുമാറിനെ കമ്പനമേട് പാലത്തിൽ നിന്നും ഡാമിലേക്ക് എറിഞ്ഞുകൊല്ലാൻ നോക്കിയതുമായ കേസിലെ പ്രതി പന്നിമറ്റത്തിൽ ഷാജി പാപ്പൻ കേസിൽ 50,000 രൂപയുടെയും 2 ആൾ ജാമ്യത്തിന്റെ ഉപാധിയുടെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നു. ഒപ്പം എല്ലാ തിങ്കളാഴ്ചയും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്നും കേസിന്റെ വിചാരണ തീരും വരെ കോടതിയുടെ അനുവാദമില്ലാതെ ജില്ല വിട്ടു പോകാൻ പാടില്ലെന്നും ഇതിനാൽ കോടതി ഉത്തരവാദി. വിചാരണ തീയതി ഉടൻ അറിയിക്കുന്നതാണ്. अरे मिनिस्टर ओ ആശാൻ ഓടരുത്. ഓടൂല. नाइस एंट्री. നിന്നെ ഒരിക്കലും ഇങ്ങോട്ട് കടത്തി വിടരുതെന്നാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. കടത്തി വിട്ടില്ല. അതുകൊണ്ട് മതിൽ ചാടിയാ ഞാൻ വന്നത്. എന്നെ ഒന്ന് കടാക്ഷിക്കണം. തണുക്കുന്നു. तो बाहर आ जाओ ना फिर. और क्या? ഹലോ, സമരമെന്ന് പറഞ്ഞു കുറ്റിക്കാട്ടി നടന്നതൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. അത് പറഞ്ഞപ്പോ ആർക്ക് ചൊറിഞ്ഞെന്ന്? എടോ, അതൊക്കെ ഈ PP ശശിയുടെ നാടൻ ശൈലിയല്ലടോ. ആ വരട്ടെ വരട്ടടോ. എത്ര പത്രക്കാർ വന്നാലും പുറത്ത് എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം. പറഞ്ഞുകൂടെ? നിന്റെ കുപ്പി. ഞാൻ മന്ത്രിയായപ്പോൾ ആദ്യം അന്വേഷിച്ചത് തന്റെ തൊപ്പിയാ. അത് കുറെ കാലമായിട്ട് എന്റെ മേശപ്പുറത്ത് പേപ്പർ വെയിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി കുറെ കാലം അത് അവിടെ ഇരിക്കുകയും ചെയ്യും. എന്താണോ തന്റെ നെറ്റിയിലൊരു തിലകക്കുറി? അത് പാർട്ടി ചിഹ്നം പോലെ ഉണ്ടല്ലോ. പാർട്ടിക്കാരും നാട്ടുകാരും എന്നെ സർബത്ത് പിഴിഞ്ഞു. അവരെയൊക്കെ ഞാൻ വിട്ടതാ. എനിക്ക് ഉറപ്പായിരുന്നു. 17 പ്രാവശ്യമായി ഞാൻ ആശാനെ കാണാൻ മന്ത്രിമന്ദിരത്തിലും വീട്ടിലും കയറി ഇറങ്ങുന്നു. എനിക്ക് തൊപ്പിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. വിപ്ലവ സിംഹമേ. अगेन ഹൈ റേഞ്ചിൽ എനിക്ക് ശത്രുക്കൾ കൂടി വരിക. കഴിഞ്ഞ ദിവസം അനങ്ങാപ്പാറ SIയെ ഒരുത്തനെടുത്ത് ഡാമിലേക്ക് എറിഞ്ഞു. ഡാമിലെ ചെമ്പല്ലികൾക്കും വാളകൾക്കും തിന്നാൻ ഞാനായിട്ട് എന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നതല്ലാതെ വേറൊരാളും ഒരു കല്ല് പോലും എടുത്തെറിയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അവിടെ എനിക്കൊരു അടിമയെ വേണം.
ആടിമ ഞാനാണ് ആശാനെ, ആടിമ ഞാനാണ് ആശാനെ. പിള്ളേരെ ഞാൻ പൊന്നു ഓ. പോലെ നോക്കിക്കോളാം. എന്നെ കൈവിടരുത് ആശാനെ, എന്നെ കൈവിടരുത്. അവസാനം ഞാൻ മുറിയുടെ Finally. വാതിലടച്ച് കുറ്റിയിട്ടു. वर्दी मिल गई उनको ഒന്നും മനസ്സിലാവാതെ ഒരു പൂച്ചയെ പോലെ ഇരിക്കുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി ഓ. PP ശശി ഓ ഞാൻ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചു. എന്നിട്ട് ഒറ്റ ഡയലോഗാ. അല്ല സസ്പെൻഷൻ ഇല്ലാത്ത സമയത്ത് സാറിന്റെ തോക്ക് പിടിച്ചു മേടിച്ചു വെച്ചേ അതെ, പിന്നെ ഇത് यहाँ के कुछ भी बता रहे നിന്റെ അപ്പനെ കൊല്ലം ഞാൻ പഠിച്ച പുതിയ തോക്ക്. കഥ കേൾക്കണ റാസ്കൽ. PC എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. ഞാൻ പറഞ്ഞതാ സാറേ, അവൻ മറന്നു പോയതായിരിക്കും. അപ്പൊ നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് വെടി അല്ല हाँ ഉം, गन തോക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആശാൻ ഒന്ന് തീരുമാനിക്കാം. ഒന്നുകിൽ എന്റെ തൊപ്പിയുമായി ഞാൻ ഈ വാതിൽ കടന്നു, ഇല്ലെങ്കിൽ എന്റെ ഈ ഉണ്ട ആശാന്റെ നെഞ്ച് കടന്നു. लिमिट लिमिट ഇതിൽ थोड़ा ഏത് लिमिट വേണമെന്ന് में ആശാന് തീരുമാനിക്കാം. എല്ലാവരും ഒന്ന് പേടിച്ചു. ओ अच्छा എങ്ങും നിശബ്ദത, ഭയപ്പെടുത്തുന്ന നിശബ്ദത. सब याद आ रहा है उनको ഇവനോ ഓ എന്താടാ? എന്നാണ്ട് സാറേ കറുത്തു പോയല്ലോ സാറേ ഞാനൊന്ന് ഒപ്പിടാൻ വേണ്ടി വന്നു सिग्नेचर കാലത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടാൻ നിന്നെ എന്താടാ പോലീസിലെടുത്തോ? അതല്ല സാറേ മുന്നേ SI പ്രദീപ് കുമാർ സാറിന് പുള്ളിനെ ഞാൻ എടുത്തുനിന്ന് ഡാമിലേക്ക് हाँ, ഇട്ടായിരുന്നു. हाथ से गिर गया അങ്ങനെയാ കേസ് വന്നേക്കുന്നത്. അതിന് ഒപ്പിടണം എന്ന് പറഞ്ഞായിരുന്നു. ഒപ്പിടിപ്പിക്കട്ടെ സാർ. ഒപ്പിടാം. ഓ ഇതെന്നതാടാ മലയോ? നിന്റെ മറവല്ലി അലമ്പൊക്കെ ഇപ്പോഴും ഉണ്ടോടാ? പടംവലി പിന്നെ നമ്മുടെ ജീവവായു അല്ലേ സാർ? അലമ്പൊന്നും ഇല്ലെന്ന്. ശരിക്കും മറ്റേ സാറിന് ഞാൻ ഒന്നും ചെയ്തതല്ല. പുള്ളി കാല് തെറ്റിയൊക്കെ വെള്ളത്തിൽ പോയതാന്ന്. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്റെ നട്ടലൂരി ഞാൻ ലാത്തി ഉണ്ടാക്കും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ സാർ. എല്ലാ ആഴ്ച ഇവിടെ ഒന്ന് ഒപ്പിട്ടോണം. ജില്ല വിട്ടു പോകാൻ പാടില്ല. എന്നാ പിന്നെ ഒരു 6 മാസമെങ്കിലും ഒപ്പ് ഇപ്പൊ തന്നെ കിട്ടേക്കാം. അതല്ല നല്ല കാര്യല്ലേ സാറേ? അങ്ങനെയൊന്നും പറ്റൂല പാപ്പ. പറ്റൂല ശരി സാർ. പോടാ, പോടാ. ഓക്കേ. अरे 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 ഇത് കുമാരൻ. PC, എന്തോ അവന് ഇച്ചിരി ബഹുമാനക്കുറവുണ്ട്. അവനെ എത്രയും വേഗം അകത്താക്കി മര്യാദ പഠിപ്പിക്കും. ശരി സാർ. ओ तो यहाँ पर शाजी पापन का और यहाँ पर अबू की बहुत ही ज्यादा जबरदस्त और ढासू एंट्री दिखाई है, लेकिन यहाँ पर शाजी पापन ने फिर से आके एक और कांड कर दिए. उन्होंने एक पुलिस ऑफिसर को नदी के अंदर फेंक दिए. इस वजह से उनके ऊपर एक केस चल रहा है, जिस वजह से उन्हें हर हफ्ते पुलिस स्टेशन में जाके साइन करनी है. तो आपको ये वाला पार्ट कैसा लगा, आप हमें कमेंट सेक्शन में जरूर बता सकते हो. यस तो इसी के साथ हमें वीडियो समाप्त करते हैं. अगर आपको ये वीडियो अच्छा लगा हो तो प्लीज डू लाइक शेयर एंड सब्सक्राइब टू आवर चैनल दीपूस रिएक्शन एंड नेवर मिस एन अपडेट. हम मिलते हैं आपको अगले वीडियो में. तब तक के लिए बाय बाय एंड स्टे ट्यून्ड.